നമസ്കാരം. ലൈഫ് ഇൻ അയർലൻഡിലേക്ക് സ്വാഗതം. ഞാൻ റിനി. ഇന്ന് ജൂലൈ 25 പ്രധാന അയർലൻഡ് വാർത്തകളും ലോക വാർത്തകളും നോക്കാം. ടിപ്പററിയിലെ സ്ലീവനമൺ കാട്ടുതീ 6ാം ദിവസവും നിയന്ത്രണ വിധേയമല്ല. കൌണ്ടി ടിപ്പററിയിലെ സ്ലീവനമൺ മലനിരകളിൽ 6 ദിവസമായി തുടരുന്ന കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമം അഗ്നിശമന സേനയും ഐറിഷ് എയർകോർപ്പും ചേർന്ന് തുടരുകയാണ്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് വെള്ളം തളിച്ചും നിലത്തു നിന്നുള്ള സംഘങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് തീ പടരാതിരിക്കാൻ നിരന്തര നിരീക്ഷണവും തുടരുന്നു. അയർലൻഡ് പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ യുക്രൈനിൽ. ടീഷക് മീഹോൾ മാർട്ടിൻ യുക്രൈൻ സന്ദർശിച്ച് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. യുക്രൈന് അയർലൻഡ് ഈ വർഷം 125 മില്യൺ യൂറോ അധിക സഹായം പ്രഖ്യാപിച്ചു. 100 മില്യൺ മാനുഷികവും സൈനികേതരവുമായ സഹായങ്ങൾക്ക് 25 മില്യൺ യുദ്ധത്തിൽ തകർന്ന വൈദ്യുതി, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാനും. റഷ്യ ആക്രമിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ച മീഹോൾ മാർട്ടിൻ യുദ്ധം അവസാനിപ്പിച്ച് ഉടൻ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടു. യുക്രൈനിന്റെ ജനങ്ങൾക്കും രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനും അയർലൻഡിന്റെ പിന്തുണ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ജോർദാൻ അഭയാർത്ഥികളുടെ വർധനയ്ക്ക് കാരണം ബ്രിട്ടന്റെ ETA പദ്ധതി. 2024 ജോർദാൻ പൌരന്മാർക്ക് ബ്രിട്ടൻ നൽകിയ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഉപയോഗിച്ചാണ് പലരും അയർലൻഡിലെത്തി അഭയം തേടിയതെന്ന് നീതിന്യായ വകുപ്പിന്റെ രേഖകൾ വെളിപ്പെടുത്തുന്നു. ഇത് തിരിച്ചറിഞ്ഞ ബ്രിട്ടൻ പിന്നീട് ജോർദാനെ ETA പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷം ആ വഴിയുള്ള വരവ് ഗണ്യമായി കുറഞ്ഞു. ഈ സ്കൂട്ടറുകൾക്ക് കടുത്ത പുതിയ നിയമങ്ങൾ വരുന്നു. അയർലൻഡിൽ ഈ സ്കൂട്ടർ അപകടങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് സർക്കാർ കർശന നിയമങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. കുറഞ്ഞ പ്രായം 18 വയസ്സായി ഉയർത്തും. ഹെൽമറ്റ് നിർബന്ധമാക്കും. ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമായി വരും. നിയമലംഘനം നടത്തിയാൽ സ്കൂട്ടർ പിടിച്ചെടുക്കാനും പിഴ ഈടാക്കാനും സാധ്യത. കുട്ടികളിലെ ഗുരുതര തലച്ചോർ പരിക്കുകൾ വർദ്ധിച്ചതാണ് ഈ നീക്കത്തിന് പ്രധാന കാരണം. കാർ ബോംബ് കേസിൽ 25-കാരിക്കെതിരെ കേസ്. കൌണ്ടി മോനഹാനിലെ കാരിക് മാക്രോസിൽ കാറിൽ നിന്ന് പ്രവർത്തനക്ഷമമായ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ 25 വയസ്സുള്ള നിയമ വിദ്യാർത്ഥിനി ഇസബെല്ല പെരേസ് സള്ളിവനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഗാഡയുടെ പ്രത്യേക അന്വേഷണ വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത്. കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചെങ്കിലും പാസ്പോർട്ട് സമർപ്പിക്കാനും ദിവസേന ഗാഡ സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൌണ്ടി വിക്ലോയിലെ ഗ്ലൻക്രീ പ്രദേശത്ത് പുതിയ കാട്ടുതീ പടർന്നു. മിലിറ്ററി റോഡിന്റെ ചില ഭാഗങ്ങൾ അടച്ചു. പുക കൂടുതലായതിനാൽ പൊതുജനങ്ങൾ പ്രദേശം ഒഴിവാക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഡബ്ലിനിൽ 500 മില്യൺ യൂറോ ചെലവിൽ പുതിയ വമ്പൻ ഇവന്റ് അരീന. 20,000 പേർക്ക് ഇരിക്കാവുന്ന പുതിയ സംഗീത കായിക അരീന ഡബ്ലിനിൽ നിർമ്മിക്കാൻ പദ്ധതി. ഭാവിയിൽ ലോക പ്രശസ്ത സംഗീത പരിപാടികളും കായിക മത്സരങ്ങളും ഇവിടെ നടത്താനാണ് ലക്ഷ്യം. ക്യാവനിൽ ദാരുണ റോഡ് അപകടം. കൌണ്ടി ക്യാവനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടത്തിൽ 50ഓളം വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചു. ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വിവരമുള്ളവർ ഗാഡയുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചു. കെറിയിൽ ടൂർ ബസ് കത്തി നശിച്ചു. കെറി കൌണ്ടിയിലെ കാസിൽമേൻ ഗ്രാമത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് പാഡിവാഗൺ ടൂർസ് കമ്പനിയുടെ ടൂർ ബസിന് തീപിടിച്ച് പൂർണ്ണമായും കത്തി നശിച്ചു. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. ആർക്കും പരിക്കില്ല. 3 അഗ്നിശമന യൂണിറ്റുകൾ ചേർന്നാണ് തീ അണച്ചത്. സംഭവത്തെ തുടർന്ന് ഡിംഗിൾ റോഡിലേക്കുള്ള ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് ഗാഡ അന്വേഷണം ആരംഭിച്ചു. സാമ്പത്തിക അറിവ് വർദ്ധിപ്പിക്കാൻ അയർലൻഡ് സർക്കാർ ആദ്യമായി 2 ഫിനാൻഷ്യൽ ലിറ്ററസി അംബാസഡർമാരെ നിയമിച്ചു. ജനങ്ങൾക്ക് പണം കൈകാര്യം ചെയ്യൽ, സമ്പാദ്യ നിക്ഷേപം, കടബാധ്യത ഒഴിവാക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം. കെറിയിലെ വിപ്ലവ വനിതകൾക്ക് ചരിത്ര സ്മാരകം. ട്രാലിയിൽ സ്പിരിറ്റ് ഓഫ് ദ കെറി വുമൺ എന്ന വെങ്കല ശില്പം അനാച്ഛാദനം ചെയ്തു. 1912 മുതൽ 1923 വരെ കാലഘട്ടത്തിലെ അയർലൻഡിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ സംഭാവനകളെ ആദരിക്കുന്ന രാജ്യത്തിന്റെ ആദ്യ സ്മാരകമാണിത്. റഷ്യൻ കമ്പനിയായ റുസാലിനെതിരെ വീണ്ടും വിവാദം. ലിമറിക്കിലെ ഓഗനിഷ് അലൂമിന ഫാക്ടറി നടത്തുന്ന റഷ്യൻ കമ്പനിയായ റുസാൽ വീണ്ടും വാർത്തകളിൽ. കമ്പനിയുടെ സ്ഥാപകനും റഷ്യൻ ശതകോടീശ്വരനുമായ ഒലെഗ് ഡെരിപാൽസ്ക ഇപ്പോഴും കമ്പനിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന ആരോപണം ഉയരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ടോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. എന്നാൽ അയർലൻഡ് സർക്കാരിന്റെ അന്വേഷണത്തിൽ ലിമറിക്കിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അലൂമിന റഷ്യൻ ആയുധ നിർമ്മാണത്തിന് ഉപയോഗിച്ചതായി വ്യക്തമായ തെളിവൊന്നും കണ്ടെത്തിയിട്ടില്ല. ചൂടിന് വിരാമം. മഴ തിരിച്ചെത്തുന്നു. അയർലൻഡിലെ നീണ്ട ചൂടും വരണ്ട കാലാവസ്ഥയും അവസാനിക്കുകയാണ്. ഇന്നു മുതൽ മഴയും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം. ലോകവാർത്തകൾ. ഇന്ത്യയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് വിജയം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതായി നേതാക്കൾ അറിയിച്ചു. തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇതോടെ ദിവസങ്ങളായി നടന്നിരുന്ന പ്രതിഷേധം അവസാനിപ്പിക്കുന്നതായി പ്രസ്ഥാനം പ്രഖ്യാപിച്ചു.
ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ രൂക്ഷം. ഫ്രാൻസിലും സ്പെയിനിലും പടർന്നു പിടിച്ച കാട്ടുതീ കാരണം 2.5 ലക്ഷത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കാട്ടുതീ രൂക്ഷമാണെങ്കിലും ഫ്രാൻസിലേക്കുള്ള യാത്രകൾ പൊതുവെ റദ്ദാക്കേണ്ട ആവശ്യമില്ലെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി എലനോർ കാരോയ് അറിയിച്ചു. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും സുരക്ഷിതമാണെന്നും യാത്രക്കാർ യാത്രയ്ക്ക് മുമ്പ് പ്രാദേശിക നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്നും അവർ പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ സൗദി അറേബ്യയിലെ ജിസാൻ മേഖലയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കൂടുതൽ ശക്തമായ സൈനിക നടപടി സ്വീകരിക്കണോ എന്ന കാര്യം പരിഗണിക്കുന്നതായി അറിയിച്ചു. ചർച്ചകൾ തുടരുകയാണെങ്കിലും സ്ഥിതിഗതികൾ അതീവ സംഘർഷഭരിതമാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇത്രയുമാണ്. ഇത്തരത്തിൽ എല്ലാ ദിവസവും പ്രധാന അയർലൻഡ് വാർത്തകളും രാഷ്ട്രീയം, ക്രൈമും, അന്താരാഷ്ട്ര വാർത്തകൾ കൂടാതെ മലയാളികൾ അറിയേണ്ട പ്രധാന വിവരങ്ങളും മലയാളത്തിൽ ലഭിക്കാൻ ഈ പേജ് ഫോളോ ചെയ്യൂ. നന്ദി.